നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് കേരള പാഠാവലി മലയാളം. അതിലെ ചിരിയുടെ അരങ്ങേറ്റം, ലോകം കണ്ട ഏറ്റവും വലിയ ഹാസ്യ സമ്രാട്ട് ചാർലി ചാപ്ലിന്റെ ജീവിതത്തിലെ ഒരു ഏട്, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മൾ അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠന പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യമായിട്ട് പുതിയ പദങ്ങളും അവയുടെ അർത്ഥവും ഒന്ന് നോക്കാം. പ്രാപ്തി, കഴിവ്. ദൗർഭാഗ്യം, ഭാഗ്യദോഷം. പരിണമിക്കുക, മാറുക. പാർശ്വം, വശം. പ്രവഹിക്കുക, ഒഴുകുക. അടുത്തത് പദങ്ങൾ. അവിടെ ചിരിച്ചെഴുതി എന്നാണ്, ഞാൻ തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത്. ചായയല്ല, പായാണ് കേട്ടോ, ക്ഷമിക്കുക. പദങ്ങൾ പിരിച്ചെഴുതി സന്ധി നിർണയിക്കാം. നമുക്ക് ആഗമസന്ധി ആദ്യം പഠിക്കാം. വളരെ, അധികം ചേർത്തെഴുതുമ്പോൾ വളരെയധികം എന്നാകുന്നു. ഇവിടെ നമ്മൾ ചേർത്തെഴുതിയപ്പോൾ പുതിയതായിട്ട് വന്നു ചേർന്നിരിക്കുന്ന അക്ഷരം യകാരമാണ്. അടുത്തത് പെറുക്കി എടുക്കുക, പെറുക്കി എടുക്കുക. പാതി ആയപ്പോൾ, പാതിയായപ്പോൾ. 25, 25. ഇവിടെയെല്ലാം ആഗമിച്ചിരിക്കുന്ന അക്ഷരം ഏതാണ്? നിങ്ങൾക്ക് പറയാൻ സാധിക്കുമല്ലോ, യകാരം തന്നെ. അടുത്തത് നമുക്ക് ആദേശസന്ധി നോക്കാം. ജീവിതം, എ ചേർത്തെഴുതുമ്പോൾ ജീവിതത്തെ എന്നാകുന്നു. പണം, അത് പണവും എന്നാകുന്നു. അടുത്തത് ലോഭസന്ധിയാണ്. കണ്ണ് അഞ്ചിപ്പിക്കുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന. പതിവ് ആയിരുന്നു, പതിവായിരുന്നു. ഇവിടെ ലോപിച്ചിരിക്കുന്നത്, ഇല്ലാതെ പോയിരിക്കുന്നത് ഏതാണ്? പൂർവപദത്തിന്റെ ആ അവസാനം കാണുന്ന സംവൃതോകാരം ചന്ദ്രകല, അതാണ് ഇവിടെ ലോപിച്ചു പോയിരിക്കുന്നത്. അടുത്തത് നമുക്ക് ദ്വിത്വസന്ധി പഠിക്കാം. അതിനെ കുറിച്ച് ചേർത്തെഴുതിയപ്പോൾ അത് അതിനെ കുറിച്ച് എന്നാകുന്നു. ഇവിടെ രണ്ടാമത്തെ പദം ഇരട്ടിച്ചിരിക്കുന്നതായിട്ട് കാണാം. അടുത്തതായിട്ട് നമുക്ക് പദങ്ങളൊന്ന് വിഗ്രഹിച്ചെഴുതിയാലോ? നോക്കാം അല്ലെ. മാതാപിതാക്കൾ, മാതാവും പിതാവും. തൊണ്ടവേദന, തൊണ്ടയുടെ വേദന. ശബ്ദപ്രശ്നം, ശബ്ദത്തിന്റെ പ്രശ്നം. അരങ്ങൊഴിയൽ, അരങ്ങിൽ നിന്നുള്ള ഒഴിയൽ. പ്രശസ്ത ഗാനം, പ്രശസ്തമായ ഗാനം. ഇത്രയും പദങ്ങളാണ് നമുക്കിവിടെ വിഗ്രഹിച്ചെഴുതാനായിട്ടുള്ളത്. അടുത്തത് നമുക്ക് ചോദ്യ ഉത്തരങ്ങളിലേക്ക് കടക്കാം. ചാപ്ലിന്റെ ബാല്യകാലത്തെ അരക്ഷിതാവസ്ഥയുടെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്യുക. ഉത്തരം ഒന്ന് നോക്കൂ. ചാപ്ലിൻ ജനിച്ച് 1 വർഷമായപ്പോൾ മാതാപിതാക്കൾ വേർപിരിയുകയുണ്ടായി. പിതാവിന്റെ അമിതമായ മദ്യപാനമാണ് വേർപിരിയലിന് കാരണമായി ചാപ്ലിൻ കാണുന്നത്. അമ്മ പിതാവിൽ നിന്നും ജീവനാംശമൊന്നും ആവശ്യപ്പെട്ടില്ല. കാരണം ആഴ്ചയിൽ 25 പൗണ്ട് വരുമാനമുള്ള നടിയായ അമ്മയ്ക്ക് മക്കളെ വളർത്തുന്നതിനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നു. അമ്മ രോഗബാധിതയായതോടെ ജീവിതത്തിൽ ദൗർഭാഗ്യം ആരംഭിച്ചു. വേദിയിൽ പാട്ടുപാടാനും സംസാരിക്കാനും സാധിക്കാത്ത വിധത്തിൽ അമ്മയുടെ ശബ്ദം നഷ്ടപ്പെട്ടപ്പോൾ ദാരിദ്ര്യത്തിൽ നിന്നും ജീവിത പ്രതിസന്ധികളിൽ നിന്നുമുള്ള മോചനത്തിനായി 5 വയസ്സുകാരനായ ചാപ്ലിൻ കലാരംഗത്ത് അരങ്ങേറ്റം കുറിച്ചു. ഇതാണ് ചാപ്ലിൻ തന്റെ അരങ്ങേറ്റത്തിന്റെ കാരണമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അരങ്ങേറ്റം എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഏതെങ്കിലും ഒരു കല അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു കാര്യം ആദ്യമായിട്ട് ഒരു വേദിയിൽ അവതരിപ്പിക്കുന്നതാണ് അരങ്ങേറ്റം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 5ാം വയസ്സിൽ ഞാൻ എൻ്റെ അരങ്ങിലെ ആദ്യ പ്രകടനം നടത്തിയത് അമ്മയുടെ ശബ്ദപ്രശ്നം കാരണമാണ്. പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴാണ് പ്രതിഭ മാറ്റുരയ്ക്കപ്പെടുന്നത്. ചാപ്ലിന്റെ ആത്മകഥാ ഭാഗവും പ്രസ്താവനയും അടിസ്ഥാനമാക്കി പ്രതികരിക്കുക. ശരിയല്ലേ? പ്രതിസന്ധികൾ എന്ന് വെച്ചാൽ തടസ്സങ്ങൾ, അതുണ്ടാവുമ്പോഴാണ് ഏതൊരു കാര്യവും നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്.
ഉത്തരത്തിലേക്ക് പോകാം. പിതാവിന്റെ മദ്യപാനം മൂലം ചാപ്ലിന് 1 വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾ വേർപിരിയുകയുണ്ടായി. നടിയായ അമ്മയുടെ സാമർഥ്യം മൂലം ജീവിതം ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ടു പോയി. എന്നാൽ ദൗർഭാഗ്യത്താൽ അമ്മയ്ക്ക് തൊണ്ടയ്ക്ക് അസുഖം വരികയും ശബ്ദം ഇല്ലാതാവുകയും ചെയ്തു. ഒരു വരുമാനവുമില്ലാതെ ജീവിക്കുക അസാധ്യമാണ്. വേദിയിൽ പാടിക്കൊണ്ടിരുന്ന അമ്മയുടെ ശബ്ദം ഇല്ലാതെയായപ്പോൾ കാണികളുടെ കൂക്കുവിളിയിൽ മനോവേദനയോടെ കരഞ്ഞ് സ്റ്റേജിൽ നിന്നിറങ്ങി വരുന്ന അമ്മയുടെ മുഖം കുഞ്ഞു ചാപ്ലിന്റെ മനസ്സിൽ നൊമ്പരമുണ്ടാക്കി. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഉണർന്നു പ്രവർത്തിക്കുക. തിയേറ്റർ മാനേജർ കുഞ്ഞു ചാപ്ലിനെ വേദിയിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ പേടിക്കാതെ, പതറാതെ തന്റെ ഉള്ളിലുള്ള സർഗാത്മകമായ കഴിവുകളെ ആ ബാലൻ അവതരിപ്പിക്കുന്നു. അതായിരുന്നു ചാപ്ലിന്റെ കലയുടെ ലോകത്തേക്കുള്ള അരങ്ങേറ്റം. കുഞ്ഞു ചാപ്ലിന്റെ പാട്ടും അനുകരണ അഭിനയവുമെല്ലാം കാണികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആവശ്യമാണല്ലോ സൃഷ്ടിയുടെ മാതാവ് എന്നൊരു ചൊല്ല് നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ. ചാക്യാരുടെ ശകാരം കൊണ്ടാണല്ലോ കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ കൃതി രചിച്ചതും അവതരിപ്പിച്ചതും. അമ്മയുടെ ശബ്ദം നഷ്ടപ്പെട്ടതും അതുമൂലം അമ്മയ്ക്കുണ്ടായ ദുഃഖവും ഇനി എങ്ങനെ ജീവിക്കുമെന്ന ചിന്തയുമാണ് ആ കുഞ്ഞു ചാപ്ലിൻ എന്ന കലാകാരനെ നമ്മുടെ ലോകത്തിന് നൽകിയത്. അടുത്ത ചോദ്യം ഒന്ന് നോക്കൂ. ചാപ്ലിന്റെ 2 വാക്യങ്ങളാണ്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. എന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുമുണ്ട് എന്ന കാര്യം എന്റെ ചുണ്ടുകൾക്കറിയില്ല. അവ എപ്പോഴും എങ്ങനെയായിരിക്കും? ചിരിച്ചുകൊണ്ടേയിരിക്കും. മറ്റൊരു വാചകം, ഒരു തമാശ കേട്ട നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഒരേ സങ്കടമോർത്ത് വീണ്ടും വീണ്ടും കരയുന്നത്? ജീവിതം ആരുടെയും മുന്നിൽ തോറ്റു കൊടുക്കാവുന്നതല്ല. ശ്രദ്ധയോടെ ആ വാചകം ഒന്ന് കേൾക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ജീവിതയാത്രയിൽ പലതരത്തിലുള്ള സങ്കടങ്ങളും വേദനകളും അനുഭവിക്കേണ്ടി വരാറുണ്ടല്ലോ. അത്തരം അനുഭവങ്ങൾ മറികടക്കാനുള്ള കരുത്തേകാൻ ചാർലി ചാപ്ലിന്റെ ജീവിതവും വാക്കുകളും പ്രചോദനമാകുന്നുണ്ടോ? നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. നമ്മളോട് അദ്ദേഹത്തിന്റെ വാചകങ്ങൾ വച്ചിട്ട്, അദ്ദേഹത്തിന്റെ ജീവിതവും വച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കരുത്ത് നൽകാൻ, നമുക്ക് ശക്തി നൽകാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രചോദനമാകുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് നമ്മളോട് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ, നമ്മളുടെ സ്വന്തമായ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നോക്കാം അല്ലെ ഉത്തരത്തിലേക്ക്. ജീവിതങ്ങൾ സുഖദുഃഖങ്ങൾ നിറഞ്ഞതാണ്. ഒരു നദി നേർരേഖയിലല്ല ഒഴുകുന്നത്. വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി പോലെയാണ് ജീവിതം. പ്രതിസന്ധികൾ വരുമ്പോൾ ചിലർ തളർന്നു പോകും. അതിൽ നിന്നും കരകയറാൻ ശ്രമിക്കാതെ കരഞ്ഞു തളർന്നിരിക്കും. മറ്റു ചിലരാകട്ടെ പ്രതിസന്ധികളെ നേരിട്ട് വിജയത്തിലെത്തും. ഉള്ളിലുള്ള വിഷമതകളെ പുറത്തു കാണിക്കാതെ സദാ പുഞ്ചിരിക്കുന്ന ആളായിരുന്നു ചാപ്ലിൻ. എന്റെ ചുണ്ടുകൾക്കറിയില്ല എനിക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യം. അതിനാൽ അവ എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കും. ചാപ്ലിന്റെ ഈ വാക്കുകൾ പോലെ എന്തു വിഷമതകൾ വന്നാലും ചിരിച്ചുകൊണ്ട് നേരിടണം. നമ്മുടെ ജീവിതാവസ്ഥയും സാഹചര്യങ്ങളും ഏതു തരത്തിലാണെങ്കിലും മാനസികമായി തളരാതെ ശുഭപ്രതീക്ഷയോടെ ജീവിതത്തെ നോക്കിക്കാണണമെന്നാണ് സ്വന്തം ജീവിതത്തിലൂടെ ചാപ്ലിൻ നമ്മെ പഠിപ്പിക്കുന്നത്. ചാപ്ലിന്റെ ജീവിതം നമ്മൾ മാതൃകയായി എടുക്കണം. കേവലം 5 വയസ്സുള്ളപ്പോൾ തന്നെ ജീവിതത്തെ ഉയർച്ചയിൽ എത്തിക്കാൻ പരിശ്രമിച്ച വ്യക്തിയാണ് ചാപ്ലിൻ. നമ്മളിൽ പലരും വിഷമങ്ങൾ വരുമ്പോൾ കരഞ്ഞുകൊണ്ടേയിരിക്കും. ശരിയല്ലേ? നമുക്കൊരു ദുഃഖം വന്നാൽ, സങ്കടം വന്നാൽ നമ്മൾ കരയും. ആ കരച്ചില് ചിലപ്പോൾ വളരെ നേരത്തേക്കുണ്ടാകും. ഒരു തമാശ കേട്ടാൽ ആദ്യം നമ്മൾ ചിരിക്കും. വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ചിരിക്കുന്നുണ്ടോ? ഇല്ല, അതൊരു പ്രാവശ്യമേ നമ്മൾ ചിരിക്കൂ.
അങ്ങനെയെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും കരയുന്നത് എന്തിനാണ് എന്ന് ചാപ്ലിൻ പറയുന്നത് എത്ര അർത്ഥവത്താണ്. തന്റേടത്തോടെ പ്രശ്നങ്ങളെ നേരിടുന്നവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ജീവിത വിജയം. നമ്മുടെ ഏതുതരം പ്രശ്നങ്ങളും താൽക്കാലികമാണ്. നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് തന്നെ പരിഹരിക്കാൻ കഴിയും. അതിനായി നമ്മൾ എന്തു ചെയ്യണം? തല ഉയർത്തി തന്റേടത്തോടെ മുൻപോട്ട് നീങ്ങണം. ചാപ്ലിന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നത് ജീവിത ഉയർച്ചയ്ക്ക് കാരണമാകും. ജീവിതയാത്രയിൽ തളർന്നിരിക്കുന്നവർക്ക് പ്രചോദനം നൽകുന്നതാണ് ചാർലി ചാപ്ലിന്റെ ജീവിതം. അടുത്ത ചോദ്യം. ജീവിതാനുഭവങ്ങളും അക്കാലത്തെ സാമൂഹിക അവസ്ഥകളും ചാപ്ലിന്റെ സിനിമകളെ സ്വാധീനിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ദി കിഡ്, മോഡേൺ ടൈംസ് എന്നീ സിനിമകൾ കണ്ട് നിരൂപണം തയ്യാറാക്കുക. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ 2 സിനിമകളാണവ, ദി കിഡ്, മോഡേൺ ടൈംസ് എന്നിവ. അത് വെച്ചിട്ട് വേണം നമ്മൾ നിരൂപണം തയ്യാറാക്കാൻ. ഉത്തരം 1 ശ്രദ്ധിക്കൂ. 1921 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ നിശബ്ദ കോമഡി ചലച്ചിത്രമാണ് ദി കിഡ്. ചാർലി ചാപ്ലിൻ കഥ എഴുതി നിർമ്മിക്കുകയും സംവിധാനം ചെയ്ത സിനിമ കൂടിയാണ് ഇത്. വളരെ വേദനയോടെ ഒരു അവിവാഹിതയായ അമ്മ തന്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നു. ഒരു കയ്യക്ഷരക്കുറിപ്പോടെ വില കൂടിയ ഒരു കാറിൽ കുഞ്ഞിനെ കിടത്തി ദയവായി ഈ അനാഥ കുട്ടിയെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക. ഇതാണ് ആ കുറിപ്പ്. അങ്ങനെയുള്ള ഒരു കുറിപ്പും വയ്ക്കുന്നു. എന്നാൽ 2 കള്ളന്മാർ കാർ മോഷ്ടിക്കുകയും കുഞ്ഞിനെ വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അതുവഴി വന്ന ചാപ്ലിൻ കുഞ്ഞിനെ കാണുകയും എടുക്കുകയും ചെയ്യുന്നു. കുഞ്ഞിനെ മറ്റാരും ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കുഞ്ഞിന്റെ ഉത്തരവാദിത്വം നമ്മുടെ ചാപ്ലിൻ ഏറ്റെടുക്കുന്നു. തുടർന്ന് കുഞ്ഞും ചാപ്ലിനും തമ്മിലുള്ള സ്നേഹബന്ധം ആ സിനിമയുടെ ഭാഗങ്ങളിൽ നിറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. കുറച്ചുനാൾ കഴിഞ്ഞു. ചാപ്ലിന്റെ കയ്യിൽ നിന്നും കുഞ്ഞ് നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കുഞ്ഞിന്റെ അമ്മ ഇതിനോടകം ഒരു നർത്തകിയായി പ്രശസ്തയാകുകയും പണക്കാരിയായി മാറുകയും ചെയ്തിരുന്നു. സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ച കുറ്റബോധം അമ്മയിൽ ഉണ്ടായിരുന്നു. തെരുവിൽ പനി പിടിച്ചു കിടക്കുന്ന കുഞ്ഞിനെ സ്വന്തം കുഞ്ഞാണെന്നറിയാതെ അമ്മ ഡോക്ടറുടെ അടുത്തെത്തിച്ചു. അവിടെ വെച്ച് ആ കുഞ്ഞ് തന്റെ മകനാണെന്ന് അമ്മ തിരിച്ചറിയുകയും കുഞ്ഞിനെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അമ്മ എങ്ങനെയാണ് അത് തന്റെ മകനാണെന്ന് തിരിച്ചറിയുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്ന സമയത്ത് അമ്മ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ കുറിപ്പ് അവിടെ വെച്ച് അമ്മയ്ക്ക് ലഭ്യമാകുകയാണ്. കുഞ്ഞിനെ വളരെയധികം സ്നേഹിച്ചിരുന്ന ചാപ്ലിന് കുഞ്ഞിന്റെ വേർപാട് സഹിക്കാൻ കഴിഞ്ഞില്ല. സിനിമയുടെ അവസാനം കുഞ്ഞിന്റെ താമസ സ്ഥലത്തെത്തുന്ന ചാപ്ലിന് മുന്നിൽ ആ വീടിന്റെ മുൻവാതിൽ തുറക്കപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ദി കിഡ് എന്ന സിനിമ ചാപ്ലിന്റെ യഥാർത്ഥ ജീവിതത്തിന് തുല്യമാണ്. കുട്ടിക്കാലം മുതൽ ചാപ്ലിൻ പലതരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു. ജീവിക്കാനായി കുട്ടിയായ ചാപ്ലിൻ അനുഭവിച്ച ജീവിത യാതനകൾ, പട്ടിണി, നിസ്സഹായാവസ്ഥ, അനാഥത്വം ഇവയെല്ലാം ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ചാപ്ലിന്റെ കഥാപാത്രം വളരെ പാടുപെടുന്നതായും നമുക്ക് കാണാം. ട്രാമ്പ് എന്ന പ്രശസ്തമായ വേഷവും പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന തമാശയും ദി കിഡ് എന്ന സിനിമയിൽ കാണാവുന്നതാണ്. ചുരുക്കത്തിൽ ചാപ്ലിന്റെ ജീവിതം തന്നെയാണ് ദി കിഡ് എന്ന സിനിമ. നമുക്ക് രണ്ടാമത്തെ സിനിമയിലേക്ക് പോകാം. മോഡേൺ ടൈംസ് എന്ന സിനിമ 1936 ഇംഗ്ലീഷ് ഹാസ്യ അഭിനേതാവും സംവിധായകനുമായ ചാർലി ചാപ്ലിൻ നിർമ്മിച്ച ആക്ഷേപഹാസ്യ സിനിമയാണ് മോഡേൺ ടൈംസ്. ആധുനിക ലോകത്തേക്കുള്ള ചാപ്ലിന്റെ ഒരു കോമഡി യാത്രയാണ് മോഡേൺ ടൈംസ്. തൊഴിലാളി വർഗത്തിന്റെ പോരാട്ടങ്ങളെയും ആധുനിക വ്യവസായവൽക്കരണത്തിന്റെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളെയും ആക്ഷേപഹാസ്യത്തിലൂടെ വിമർശിക്കുന്ന ചലച്ചിത്രമാണ് ഇത്.
ചാർലി ചാപ്ലിൻ ലിറ്റിൽ ട്രാമ്പ് എന്ന കഥാപാത്രത്തെയാണ് സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ട്രാമ്പിന്റെ വേഷം നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ആധുനിക കാലത്തേക്കുള്ള ചുവടുവയ്പായി കണക്കാക്കാവുന്ന ഇലക്ട്രോ സ്റ്റീൽ കോർപ്പറേഷൻ എന്ന വ്യവസായശാലയിൽ യന്ത്രഭാഗങ്ങളിലെ ബോൾട്ട് ഉറപ്പിക്കുന്നതാണ് ട്രാമ്പിന്റെ ജോലി. ജോലിക്കിടയിലെ ഓരോ നിമിഷവും പ്രേക്ഷകനെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വ്യവസായ വിപ്ലവത്തിന്റെ രൂക്ഷമുഖം ചാപ്ലിൻ വരച്ചു കാട്ടുന്നു. യന്ത്രവൽകൃത ലോകത്തിൽ മനുഷ്യനും യന്ത്രങ്ങളായി മാറുന്ന രംഗങ്ങൾ തികച്ചും ഹാസ്യാത്മകമായി ഈ സിനിമയിൽ ചാപ്ലിൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ചാപ്ലിൻ യന്ത്രങ്ങളോട് മല്ലടിക്കുന്ന പ്രസിദ്ധമായ ഒരു രംഗം ഈ ചലച്ചിത്രത്തിലുണ്ട്. ദി മെക്കാനിക് സീൻ എന്നാണ് ഇതറിയപ്പെടുന്നത്. ട്രാമ്പിന്റെ വേഷത്തിലെത്തുന്ന ചാപ്ലിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുഴപ്പിക്കുന്ന പ്രശ്നങ്ങൾ ഫലിതത്തിലൂടെ പ്രേക്ഷകനിൽ എത്തിക്കുകയാണ് ഈ ചലച്ചിത്രം. ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അയാളെ കുഴപ്പങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു. ചാപ്ലിന്റെ ഏറ്റവും പ്രിയ കഥാപാത്രമായ ട്രാമ്പ് ഇതോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്നു എന്നതും ഈ സിനിമയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. നമ്മളിപ്പോൾ ദി കിഡ്, മോഡേൺ ടൈംസ് എന്നീ 2 ചലച്ചിത്രങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. ഈ സിനിമകൾ നിങ്ങൾ കാണാൻ സാഹചര്യം ഒത്തുവന്നാൽ ഒന്ന് കണ്ടു നോക്കൂ. വളരെയധികം രസകരമാണ്. നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന സിനിമകൾ കൂടിയാണ് ഇവ. ഇനി നമുക്ക് മറ്റു ചില ചോദ്യങ്ങളിലേക്ക് കടക്കാം. അല്ലായിരുന്നെങ്കിൽ അവരൊരിക്കലും നിയമപരമായ നടപടികൾക്ക് മുതിരുകയില്ലായിരുന്നു. നിയമ നടപടിക്ക് മുതിരാൻ ചാപ്ലിന്റെ അമ്മയെ പ്രേരിപ്പിച്ചത് എന്താണ്? ഉത്തരം: ചാപ്ലിൻ ജനിച്ച് 1 വർഷമായപ്പോൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വേർപിരിഞ്ഞു. വേർപിരിയുന്ന സമയത്ത് ചാപ്ലിന്റെ അമ്മ ജീവനാംശം ആവശ്യപ്പെട്ടിരുന്നില്ല. അതിന് കാരണമുണ്ട്. ആഴ്ചയിൽ 25 പൗണ്ട് വരുമാനമുള്ള അമ്മയ്ക്ക് മക്കളോടൊപ്പം ജീവിതത്തെ സ്വയം നയിക്കാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നു. എന്നാൽ നിർഭാഗ്യത്താൽ തൊണ്ടയ്ക്ക് സുഖമില്ലാതാവുകയും ശബ്ദം നഷ്ടപ്പെടുകയും ചെയ്തതോടെ നടിയായ അമ്മയ്ക്ക് ജോലി തുടരാൻ സാധിക്കാത്ത അവസ്ഥയിലെത്തി. ഈ കാരണമാണ് ജീവനാംശത്തിനായി നിയമ നടപടി സ്വീകരിക്കാൻ ചാപ്ലിന്റെ അമ്മയെ പ്രേരിപ്പിച്ചത്. അടുത്ത ചോദ്യം: അതായിരുന്നു എന്റെ അരങ്ങേറ്റം, അമ്മയുടെ അരങ്ങൊഴിയലും. ആശയം വ്യക്തമാക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്. പരീക്ഷയ്ക്ക് വരാൻ വളരെ സാധ്യതയും ഉണ്ട്. തൊണ്ടയിൽ അസുഖം വന്നതുമൂലം ചാപ്ലിന്റെ അമ്മയ്ക്ക് വേദിയിൽ അഭിനയിക്കാനോ പാടാനോ പറ്റാത്ത വിധം ശബ്ദമിടറുകയുണ്ടായി. തുടർന്ന് കാണികളുടെ കൂകലും പരിഹാസങ്ങളുമേറ്റ് കണ്ണീരോടെ വേദിയിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു. ഈ സാഹചര്യത്തിൽ അമ്മയോടൊപ്പം ഉണ്ടായിരുന്ന 5 വയസ്സുകാരനായ കുഞ്ഞു ചാപ്ലിനെ തിയേറ്റർ മാനേജർ വേദിയിലേക്ക് കൊണ്ടുവരുന്നു. കൂകി വിളിക്കുന്ന കാണികളുടെ മുമ്പിൽ മിടുക്കനായ കുഞ്ഞു ചാപ്ലിൻ ഒട്ടും തന്നെ പേടിക്കാതെ പതറാതെ ജാക്ക് ജോൺസ് എന്ന പ്രശസ്തമായ ഗാനം പാടാൻ തുടങ്ങി. ചാപ്ലിന്റെ പാട്ടും അനുകരണാഭിനയവും കാണികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവർ ആർത്തു വിളിച്ച് ധാരാളം പണം വേദിയിലേക്ക് എറിഞ്ഞു. ഇതായിരുന്നു കലയുടെ ലോകത്തേക്കുള്ള ചാപ്ലിന്റെ അരങ്ങേറ്റം. എന്നാൽ അമ്മയുടെ അവസാനത്തെ അരങ്ങും ആയിരുന്നു അത്. അസുഖബാധിതയായ അമ്മ പിന്നീട് ഒരിക്കലും ഒരു വേദിയിലും പാടാനോ അഭിനയിക്കാനോ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അടുത്ത ചോദ്യം: എന്റെ തോന്നൽ മനസ്സിലായ സദസ്സ് വീണ്ടും ആർത്തു വിളിച്ചു. സന്ദർഭം വ്യക്തമാക്കുക. ഉത്തരം: ശബ്ദമിടറി പാടാൻ. അവിടെയും ഞാൻ പാ എന്നുള്ള അക്ഷരം ചാന്നാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ പാടാൻ എന്ന് തന്നെ ആക്കണം കേട്ടോ. അവിടെ അക്ഷര എഴുതിയപ്പോൾ വന്ന മിസ്റ്റേക്ക് ആണ്, ക്ഷമിക്കുക. ശബ്ദമിടറി പാടാൻ കഴിയാതെ ചാപ്ലിന്റെ അമ്മ കണ്ണീരോടെ വേദിയിൽ നിന്നിറങ്ങിയപ്പോൾ മാനേജർ കുഞ്ഞു ചാപ്ലിനെ അമ്മയ്ക്ക് പകരമായി സ്റ്റേജിൽ കയറ്റുന്നു. കുഞ്ഞു ചാപ്ലിൻ ഒട്ടും പേടിക്കാതെ പാടുകയും അഭിനയിക്കുകയും ചെയ്തു. സന്തുഷ്ടരായ കാണികൾ പണം സ്റ്റേജിലേക്ക് വലിച്ചെറിഞ്ഞു. പണമെല്ലാം പെറുക്കിയെടുത്തതിന് ശേഷമേ താൻ പാട്ട് തുടരൂ എന്ന് പറഞ്ഞ് ചാപ്ലിൻ
പാട്ട് പാടുന്നത് നിർത്തി. ഇത് കണ്ട മാനേജർ ഒരു തൂവാലയുമായി വന്ന് പണം പെറുക്കുന്നതിൽ ചാപ്ലിനെ സഹായിച്ചു. പെറുക്കിയെടുത്ത പണം സ്വന്തമാക്കുമോ എന്ന ചാപ്ലിന്റെ മുഖഭാവം കണ്ടിട്ടാണ് സദസ്സാർത്തു ചിരിച്ചത്. ചെറിയ കുട്ടികളുടെ ഭാവങ്ങളും പ്രവൃത്തികളും ആരെയും ചിരിപ്പിക്കുന്നതാണല്ലോ. ഇനി നമുക്ക് ഒന്ന് രണ്ട് വൺ വേർഡ് ഉത്തരങ്ങളൊന്ന് നോക്കാം. അതിനെക്കുറിച്ചുള്ള വിഷമം ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുകയും മാനസികമായ തകർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്തു. ഇവിടെ അർത്ഥമാക്കുന്നത് ഏതു കാര്യമാണ്? ഉത്തരം ചാപ്ലിന്റെ അമ്മയുടെ ശബ്ദം ക്രമേണ ഇല്ലാതായത്. അടുത്ത ചോദ്യം, 5-ാം വയസ്സിൽ ഞാൻ എൻ്റെ അരങ്ങിലെ ആദ്യ പ്രകടനം നടത്തുവാനുള്ള കാരണമായി ചാപ്ലിൻ പറയുന്നത് എന്ത്? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അമ്മയുടെ ശബ്ദപ്രശ്നം തന്നെ. ഒരു ചോദ്യം കൂടിയുണ്ട്. നടീനടന്മാർക്ക് അൽഡർഷോട്ട് പ്രദർശന വാരം ഒരു ഭീകരാനുഭവ കാലമായിരുന്നു. അതിന് കാരണം എന്ത്? നിലവാരം കുറഞ്ഞതും മോശവുമായ അൽഡർഷോട്ട് തിയേറ്ററിലെ കാണികളിൽ കൂടുതലും സൈനികരായിരുന്നു. വഴക്കാളികളായ അവർക്ക് പരിഹസിക്കുവാനും ആക്ഷേപിക്കുവാനും ചെറിയ കാരണങ്ങൾ മതിയായിരുന്നു. അപ്പൊ ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് ഈ പാഠത്തിൽ നിന്നും നൽകുന്നത്. അപ്പൊ എല്ലാവർക്കും എൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാവരും ഒന്ന് എഴുതിയെടുത്ത് പഠിക്കുക. കൂടാതെ ഇപ്പൊ എല്ലാവർക്കും ഞാൻ ആദ്യം വരുമ്പോൾ തന്നെ ഒരു നമസ്കാരമൊക്കെ പറയാറുണ്ട്. ഇന്നത് പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇതാ നൽകുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ക്ലാസ്സിൽ കയറണം. ലേൺ വിത്ത് അമ്പിളി എന്ന ക്ലാസ്സിലേക്ക് കയറണം. ക്ലാസ് കാണണം, പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പാഠവുമായിട്ട് വരാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ക്ലാസ്സിനെ കുറിച്ച് കമൻറ്റുകൾ ഇടണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.